Welcome to Be Happy. It's me, Alphin. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ Camtasia ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു വീഡിയോയിൽ സൂം ആൻഡ് പാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നതാണ്. നിങ്ങൾ തുടക്കത്തിൽ ഒരു വീഡിയോ കണ്ടില്ലേ? ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ സൂം ആൻഡ് പാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ട്യൂട്ടോറിയൽ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് സൂം ചെയ്ത് കാണിക്കാനൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ Camtasia'യുടെയും ഹോം സ്ക്രീനിലാണ് ഉള്ളത്, അതായത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഇന്റർഫേസിൽ. ഇവിടെ നമ്മളുടെ മീഡിയ ബിന്നകത്തോട്ട് ഞാനൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ ഡ്രാഗ് ചെയ്ത് നമ്മളുടെ ട്രാക്കിലോട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാനൊരു പവർ പോയിന്റ് ഒരു ട്യൂട്ടോറിയൽ ഭാഗം പറയുന്നതാണ്. നമ്മൾക്ക് ഇതിനകത്ത് ക്രോപ്പ് ചെയ്യുവാനായിട്ട്, അതായത് ഈ ഒരു വീഡിയോ ക്രോപ്പ് ചെയ്യാനാണെങ്കിൽ നമ്മൾക്കത് വളരെ സിമ്പിൾ ആണ്. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത ശേഷം നമ്മൾക്ക് ഇവിടെ 3 ടൂളുണ്ട്. ഒന്നാമത്തേത് എഡിറ്റ് ടൂള്, രണ്ടാമത്തേത് പാൻ ടൂള്, മൂന്നാമത്തേത് ക്രോപ്പ് ടൂള്. എഡിറ്റ് ടൂൾ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളുടെ മീഡിയ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ വീഡിയോനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു എഡിറ്റ് ടൂള് ഉപയോഗിക്കുന്നത്. ഈ ഒരു പാൻ ടൂള് എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതൊരു 300 ഇട്ടെന്ന് ഓർത്തു, നമ്മൾക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് മാറ്റി മാറ്റി കാണുവാനായിട്ടാണ് ഈ ഒരു നമ്മൾ പറയുന്ന പാൻ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മളുടെ ക്രോപ്പ് ടൂൾ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളുടെ വീഡിയോ ക്രോപ്പ് ചെയ്യുവാനായിട്ടാണ്. ക്രോപ്പ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഈ ഒരു ക്രോപ്പ് ടൂളിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് നമ്മളുടെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ഈ സൈഡിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ക്വയറിൽ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് ഇതുപോലെയൊക്കെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾക്ക് സ്ട്രെയിറ്റ് മുകളിലോട്ടും ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു എഡിറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്താണ് നമ്മളുടെ വീഡിയോനെ വലുതായിട്ട് ക്യാൻവാസിലോട്ട് വെക്കുന്നത്. ഇതിനാണ് നമ്മളുടെ ഈ ഒരു എഡിറ്റ് ടൂള്. അപ്പോൾ ഇങ്ങനെയാണ് ക്രോപ്പിങ്ങിന്റെ കാര്യം. പക്ഷേ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ക്രോപ്പിംഗ് അല്ല കാണിക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലും സൂം ആൻഡ് പാൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് നമ്മളുടെ ആ ഒരു വീഡിയോയുടെ ഭാഗം സൂം ചെയ്ത് വരുന്നത്. നമ്മൾക്ക് ആദ്യമേ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. നമ്മൾക്ക് ഇതിനായിട്ട് ഏറ്റവും ആദ്യമേ തന്നെ ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ അവിടെ പറഞ്ഞു ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാമെന്ന്. നമ്മൾക്ക് ഇതിനായിട്ട് ഏറ്റവും ആദ്യമേ തന്നെ ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ദാ ഇവിടെ നമ്മളുടെ ഈ ഒരു പ്ലേ അഹെഡ് എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു ലൈനിനെയാണ് ഞാൻ പ്ലേ അഹെഡ് എന്ന് ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ഇങ്ങനെ മാറ്റുന്ന ഈ ഒരു ലൈൻ, ഈ ഒരു പ്ലേ അഹെഡ് നമ്മൾ അതിന്റെ തൊട്ട് മുൻപ് വെച്ചിട്ട് നമ്മൾക്ക് ഇവിടെ ആനിമേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ആനിമേഷൻസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മോർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആനിമേഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എ ക്ലിക്ക് ചെയ്താൽ മതി. എ എന്ന് പറയുന്നത് ആനിമേഷൻസിന്റെ ഷോർട്ട് കട്ട് കീ ആണ്. വളരെ ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഷോർട്ട് കട്ട് കീ ആണ്. കാരണം ആനിമേഷൻസിന്റെ ഏറ്റവും ആദ്യത്തെ ലെറ്റർ എ ആണ്. നമ്മൾക്ക് ഇനി നമ്മളുടെ കാര്യത്തിലോട്ട് വരാം, അതായത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇവിടെ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഏറ്റവും ആദ്യമേ തന്നെ ഇനി നമ്മൾ നേരെ സൂം ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ഇൻസേർട്ട് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ്. നമ്മൾക്ക് അതിനായിട്ട് ഇവിടെ നമ്മൾക്കൊരു 8 സർക്കിൾ കാണാൻ സാധിക്കും. നേരത്തെ ക്രോപ്പിന്റെ അവിടെ വന്നപ്പോൾ സ്ക്വയേഴ്സ് ആയിരുന്നു, ഇവിടെ ഇപ്പോൾ സർക്കിൾ ആണ് ഉള്ളത്. നമ്മൾക്ക് ഇതിനകത്ത് ഈ ഒരു സൈഡിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് സ്ട്രെയിറ്റ് നമ്മൾക്ക് വേണ്ട ആ ഒരു ഭാഗത്തോട്ട് സൂം ചെയ്യാം. അതായത് ഇവിടെ വെച്ച് നമ്മൾക്കൊന്ന് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾക്ക് ഇതിനായിട്ട് ഏറ്റവും ആദ്യമേ തന്നെ ഇൻസേർട്ട് കറക്റ്റായിട്ട് തന്നെ അവിടെ ആ ഒരു സൂം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വളരെ പെട്ടെന്നായിരുന്നു സൂം ചെയ്ത് വന്നത്. നമ്മൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഒരു ആരോ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ആരോ. ഈ ആരോയുടെ തുടക്കത്തിൽ, അതായത് ആരോയുടെ പുറകിലത്തെ ഭാഗത്തിലും ഫ്രണ്ടിലത്തെ ഭാഗത്തിലും 2 സർക്കിളും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ പുറകിലത്തെ സർക്കിളിലോ ഫ്രണ്ടിലത്തെ സർക്കിളിലോ ഒന്ന് വെക്കുമ്പോൾ, അതായത് കർസർ അതിന്റെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ കർസർ ചേഞ്ച് ചെയ്തു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനുശേഷം നമ്മൾ ആ ഒരു സർക്കിളിൽ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് നേരെ കുറച്ചൊന്ന് പുറകോട്ട് മാറ്റാം.
ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ആരോ കുറച്ചുകൂടി വലുതായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇനി നമ്മൾക്കൊന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾക്ക് ഇതിനായിട്ട് ഏറ്റവും ആദ്യമേ തന്നെ ഇൻസേർട്ട് കാണാൻ സാധിക്കും കുറച്ചുകൂടെ സ്ലോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നേരത്തെ വന്നത് ഇത്രയും ഫാസ്റ്റ് ആയിട്ടായിരുന്നു, ഇപ്പോൾ വന്നത് കുറച്ചുകൂടി സ്ലോ ആയിട്ടാണ്. അതായത് ഇത്രയും സ്ലോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് ഈ ഒരു പുറകിലത്തെ ഈ ഒരു സർക്കിളിനെ നമ്മൾക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾക്ക് ഇനിയും സ്ലോ ആക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾക്ക് ഇതിനായിട്ട് വളരെ സ്ലോ ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇതുപോലെ നമ്മൾക്കാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് ഒന്നുകൂടി അടുത്തത് എവിടെയാണ് വേണ്ടത് എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യമേ തന്നെ ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് ഇനി നമ്മൾക്ക് അടുത്തൊരു സൂമിനോ സൂം ഔട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ഇവിടെ ഒന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾക്ക് വേണ്ട ഭാഗം സൂം ഇൻ ചെയ്തും സൂം ഔട്ട് ചെയ്തും നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു 2 ഓപ്ഷൻസ് വരുന്നതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് പിക്ചേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഇനി നമ്മൾക്ക് ഇതിനെ നമ്മളുടെ സാധാ ഫ്രെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട്, അതായത് നമ്മൾ ഏറ്റവും ആദ്യമേ കണ്ട ആ ഒരു ഫ്രെയിം, അതായത് നമ്മളുടെ ആ ഒരു വീഡിയോയുടെ ഫ്രെയിമിലോട്ട് കൊണ്ടുവരുവാനായിട്ട് നമ്മൾക്ക് സ്കെയിൽ ടു ഫിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഫുൾ സ്ക്രീനും വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾക്ക് പിക്ചേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് 2 ഓപ്ഷൻ കണ്ടോ, ഇതുപോലെ നമ്മൾക്ക് നമ്മളുടെ ഏറ്റവും ആദ്യമേ വന്ന ആ ഒരു വീഡിയോയിലോട്ട് വരുവാനായിട്ട് നമ്മൾക്ക് ഇവിടെ സ്കെയിൽ ടു ഫിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് അതും വരുന്നതാണ്. നമ്മൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഇവിടെ നമ്മൾക്ക് 2 സർക്കിൾ ഉണ്ട്. ഈ 2 സർക്കിളിന്റെ ഏതെങ്കിലും ഒരു സർക്കിളിൽ പിടിച്ച് നമ്മൾ ഒന്ന് പുറകോട്ട് വലിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി സ്ലോ ആയിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ ആ ഒരു സർക്കിളിനെ നമ്മളിപ്പോൾ വളരെ ചെറുതാക്കി, ആ ഒരു ആരോനെ നമ്മൾ ചെറുതാക്കിയാൽ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്നതും ആയിരിക്കും. നമ്മൾക്ക് 2 ഓപ്ഷൻ ഉണ്ടോ, വളരെ പെട്ടെന്ന് ഇപ്പോൾ വന്നു. നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് വലിക്കാം. ഇതിനുശേഷം നമ്മൾക്കൊന്ന് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമ്മൾക്ക് 2 ഓപ്ഷനുകൾ വന്നിരിക്കുന്നത്. അതിനാണ് ഈ 2 സൈഡിലും ഇവിടെ ഈ ഒരു സർക്കിൾ കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല നമ്മൾക്ക് ഈ ഒരു ആരോനെ എടുത്ത് നമ്മൾക്ക് അടുത്ത ഈ ഒരു സ്ഥലത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആരോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു സൈഡിൽ വന്നിരിക്കുന്നതാണ് ഈ ഒരു ആരോയുടെ പ്രോപ്പർട്ടീസ്. നമ്മൾക്ക് അത് ഹൈഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് ആ ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൈഡ് പ്രോപ്പർട്ടീസ് എന്നതിലൂടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു ആരോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനേബിൾ ഈസിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓട്ടോ ആയിരിക്കും സെലക്ട് ചെയ്ത് കിടക്കുന്നത്. ഞാനിപ്പോൾ ആ ഒരു ഓപ്ഷൻ മനസ്സിലാക്കുവാനായിട്ട് ബൗൺസ് എന്നത് സെലക്ട് ചെയ്യുകയാണ്. അന്നേരം നമ്മൾക്ക് ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഇനി ഇതൊന്ന് പ്ലേ ചെയ്യും. പിക്ചേഴ്സും നമ്മൾക്ക് ബൗൺസ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനേബിൾ ഈസിങ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത് സാധാരണ ഓട്ടോ തന്നെ ഇടുകയാണ്. ഇനി നമ്മൾക്ക് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ആനിമേഷനെ കട്ട് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഏറ്റവും ആദ്യമേ തന്നെ ഇൻസേർട്ട് എന്നതിൽ ഇതുപോലെ നമ്മൾക്ക് നമ്മളുടെ വീഡിയോയുടെ അകത്ത് സൂം ആൻഡ് പാൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.